ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം സംസാരിപ്പാൻ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്തുദാസന്മാർ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്തുദാസ് അനീഷ് വല്ലന, മനോജ് പ്രകാം, ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് തുടർന്നും ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്ന് യോഹന്നാൻ ലേഖനം തന്നെ 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു: അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിന്റെ സ്നേഹമെല്ലാം പലതിലേക്കും മാത്രം മാറി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞത് ശ്രേഷ്ഠമായ സ്നേഹമാണ്. എഫേസ്യ ലേഖനത്തിൽ അതുകൊണ്ട് പൗലോസ് തൻ്റെ എഫേസ്യ ലേഖനത്തിൽ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇപ്രകാരം ആ പ്രാർത്ഥനയ്ക്കകത്ത് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്: ദൈവസ്നേഹത്തിന്റെ വീതി, നീളവും ആഴവും ഉയരവും എന്നിവ സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാൻ നിങ്ങൾ പ്രാപ്തരാകണം. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം എന്താണ്? നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്, നാം സ്നേഹിച്ചതുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിച്ചതല്ല. ആരെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് നമ്മളെ സ്നേഹിച്ചതല്ല. ആര് നമ്മളെ ആരെ സ്നേഹിക്കുന്നു മനസ്സിലാക്കിയത് കൊണ്ട് കർത്താവ് നമ്മളെ സ്നേഹിച്ചതല്ല. അയോഗ്യരായിരുന്നു, ദൈവത്തിന് അന്യപ്പെട്ടവരായിരുന്നു, ദൈവസ്നേഹം അറിയാതിരുന്നവരായിരുന്നു, ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാതെ ജീവിച്ചവരായിരുന്നു. എന്നാൽ അതിന്റെ നടുവിലാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ ദൈവം പകർന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിന്റെ സ്നേഹം നമ്മുടെ മേൽ പകർന്നത് ഇത് ശ്രേഷ്ഠമായ നിലയിൽ അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നു. അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറയുന്നത്, തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി തന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അവന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി, നമുക്ക് വേണ്ടി അവൻ ജീവനെ നമുക്ക് നൽകി തന്നു. അങ്ങനെ പ്രാണനെ തന്ന് നമ്മളെ സ്നേഹിച്ച സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹം. യോഹന്നാൻ അപ്പോസ്തലൻ അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് എഴുതുന്നത്. അപ്പോൾ അന്നതേ തിമോത്തിയോസ് ലേഖനത്തെ പൗലോസ് ഓർപ്പിക്കുമ്പോൾ 2 തിമോത്തിയോസ് 3-ന്റെ 1-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്നറിയാം. ദുർഘടമായ അനുഭവങ്ങളിൽ കൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്, രാഷ്ട്രങ്ങൾ കടന്നു പോകുന്നത്. അതെ, ഓരോ സ്ഥലങ്ങളിലും വളരെ ഭീതിജനമായ അനുഭവങ്ങൾ. എന്തിനു മനുഷ്യൻ ജീവിക്കുന്നു എന്നറിയാതെ മനുഷ്യൻ അസ്വസ്ഥനാണ്. പണത്തിനോ ലോകത്തിന്റെ ഒന്നിനും അവന് സമാധാനം കൊടുക്കുവാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് സമാധാനം നഷ്ടപ്പെട്ട് ലോകം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ മനുഷ്യർ ആകുലചിത്തരായിരിക്കുമ്പോഴും തിരുവചനം ശക്തമായി പറയുകയാണ്, ആ അന്ത്യകാലത്ത് ദുർഘട സമയം വരും. പക്ഷെ അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കാനിടയായി തീരണം. ജീവനെ തന്ന കർത്താവ്, ജീവൻ നൽകിയ കർത്താവ്, രക്തം നൽകിയ ദൈവം, നമ്മളെ വീണ്ടെടുത്ത കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാവരും അവനെ കൈവിട്ടു. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അവന്റെ കരം വെച്ച് അനേകരെ അനുഗ്രഹിച്ചു. ആ കരത്തിൽ അവർ ആണിയടിച്ചു. അവൻ അനേക ഭവനങ്ങളിലേക്ക് കടന്നുപോയി. അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. അനേകർക്ക് അത്ഭുതങ്ങളെ ചെയ്ത ആ പാദങ്ങളിൽ അവർ ആണിയടിച്ചു. അവൻ അനേകർക്ക് വേണ്ടി മനസ്സലിഞ്ഞ് കരയണ്ടെന്ന് പറഞ്ഞ് അനേകരുടെ കണ്ണുനീരിന് തുടച്ചവൻ, അനേകരുടെ വേദന അകറ്റിയവൻ. അവന്റെ തലയിൽ മുൾക്കീടം വെച്ച് അടിച്ചു, അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ മുഖത്തെ രോമം പറിച്ചെടുത്തു. എല്ലാം അന്നെങ്കിലും അവൻ ഈ ഭൂമിയിൽ കല്ലറയിലേക്ക് അവനെ വെച്ചു. അവൻ എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, സർവശക്തൻ, സകലത്തെ സൃഷ്ടിച്ചവൻ, രാജാതിരാജാവായവൻ, സകലത്തെയും ചമച്ചവൻ, രാജാതിരാജാവായ കർത്താവിന് ഈ ഭൂമിയിൽ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അവൻ നമ്മെ സമ്പന്നനാക്കും. ഹല്ലേലൂയ! ദരിദ്രനായി തീർന്ന നമ്മെ സമ്പന്നനാക്കാൻ അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നമ്മെ സമ്പന്നരാക്കാൻ ഈ ഭൂമിയിൽ ഏതെങ്കിലും സമ്പന്നതയാണോ? അല്ല, ആത്മീയമായൊരു സമ്പന്നതയാക്കുവാൻ. ഹല്ലേലൂയ! സകലവും സൃഷ്ടിച്ച രാജാതിരാജാവായവൻ, അവന് വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടിയില്ല. അവന് പശുത്തൊഴുത്തിൽ മാവനെ കിടത്തി. ഒരു സ്ഥലത്തും അവന് വാല് തുറക്കപ്പെട്ടില്ല, എല്ലാം അടയപ്പെട്ടു. ആ കർത്താവ് നമ്മളെ സ്നേഹിച്ചെങ്കിൽ അവൻ മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തിന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പക്ഷെ ശിഷ്യന്മാരോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു: ഞാൻ പോവുക കേട്ടോ. ഞാൻ എന്തിനാ പോകുന്നതെന്നറിയാമോ? ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ ഒരു സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും വന്ന് ചേർക്കേണ്ടതിന് ഞാൻ വരും. പക്ഷേ അവൻ വരുമ്പോൾ ആരെയെ കൊണ്ടുപോകുന്നതെന്നറിയാമോ? അവനെ രക്ഷകനും കർത്താവ് അംഗീകരിച്ചൊരു ദൈവ പൈതലായി അവനുമായുള്ള ബന്ധം ക്ലിയറായ വ്യക്തിയെയാണ് അവൻ
ചേർക്കുവാൻ വരുന്നത്. ആ ഒരനുഭവത്തിൽ എത്തപ്പെടുമ്പോൾ രണ്ടാമത് കർത്താവ് നമുക്ക് പറഞ്ഞ വാഗ്ദത്തം എന്താണെന്നറിയാമോ? രണ്ടാമത് കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കും. പത്രോസ് ഹല്ലേലൂയ പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് യോവേൽ പ്രവാചകൻ പറഞ്ഞ കാര്യം പ്രവചിച്ച പ്രവചനത്തിന്റെ ഭാഗങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് അത് പത്രോസ് ഇപ്രകാരം പറഞ്ഞു: അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തെ കുറിച്ച് എടുത്തുദ്ധരണികൾ അറിയിച്ചു പത്രോസ് അവിടെ പ്രസംഗിക്കുകയാണ്. അനേകർ യേശുവിന്റെ സ്നേഹം അവിടെ അറിയുവാനിടയായി, അനേകർ രക്ഷിക്കപ്പെടുവാനിടയായി, അനേകർ ദൈവകൽപ്പന അനുസരിപ്പാനിടയായി, അനേകർ വചനം മനസ്സിലാക്കാനിടയായി തീർന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഇടയായി തീർന്നപ്പോൾ ആ അനുഭവം എപ്പോഴാണ്? അന്ത്യകാലത്ത്. ദൈവമക്കൾ, ഈ അന്ത്യകാലത്ത് നമുക്ക് ആത്മശക്തി ഇല്ലാതെ ജയകരമായി ജീവിച്ചെടുക്കാൻ കഴിയത്തില്ല. എന്തിനാണ് ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നത്? എന്തിനാ അത്? യോഹന്നാൻ 16:13 വായിക്കുമ്പോൾ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്താൻ വേണ്ടിയാണ് ആത്മാവ് വന്നത്. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവ് ഈ ദൗത്യം, 3 വിധത്തിലുള്ള ദൗത്യം ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഒന്ന്, പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് നമുക്ക് ബോധം വരുത്താൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം, അതനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മെ അവ സ്നേഹിച്ചു. അപ്പോൾ തന്നെ നമ്മോടൊരു ചോദ്യം: നാം ദൈവസ്നേഹികളാണോ? നാം ദൈവത്താ സ്നേഹിക്കപ്പെടുന്നുണ്ടോ? ദൈവവചനം ഇപ്രകാരം പറയുക. ദൈവത്തിന്റെ സ്നേഹത്തിൽ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു ഭാഗം ഇപ്രകാരമുണ്ട്: ദൈവ സ്നേഹത്തിന് വേർതിരിപ്പാൻ കഴിയത്തില്ല. റോമാലേഖനത്തിൽ ഹല്ലേലൂയ, കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് അതുകൊണ്ട് പറഞ്ഞ, ആരെയും വിശ്വസിച്ച് ഞാൻ അറിയുന്നു. ഇനി സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാ സ്നേഹവും മാറും. ഈ ലോകത്തിൽ നാം ഇപ്പോൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിമുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. എല്ലാത്തിനും പരിധിയില്ലേ? എല്ലാ സ്നേഹങ്ങളും അസ്തമിക്കുന്നില്ലേ? ശവക്കുഴി കൊണ്ട് പലതും തീരുമ്പോഴും നിത്യതയോളം സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിന്റെ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ഈ സ്നേഹം ഇന്ന് അനുഭവിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്നും ഈ ഭൂമി ജീവിച്ചിരിപ്പാനും അവന്റെ സ്നേഹം മനസ്സിലാക്കുവാനും ഇടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവന്റെ കൽപ്പനകളെ അനുസരിപ്പാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അന്ത്യകാലത്ത് അത് ദുർഘട സമയം വരുമ്പോൾ, അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ, അത് ലോക സംഭവം വിളിച്ചറിയിക്കുമ്പോൾ, 1 പത്രോസ് 4:7 വായിക്കുമ്പോൾ എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ഇതാ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവസാന പീരീഡിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ നമ്മളോട് ഇന്നൊരു വചനദൂത് ഓർപ്പിക്കുന്നത്, നാം എന്താ ചെയ്യേണ്ടത്? ഈ ലോകത്ത് കുറച്ചു നാളെ ജീവിച്ചു മരിക്കുക എന്നുള്ളതാണോ? അല്ല. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ദൈവദാസന്മാരെ, ദൈവഭക്തന്മാരെ, ദൈവജനമേ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ, ക്രിസ്തുവിന്റെ പത്രമായി തീരുവാൻ, ദൈവത്തിന്റെ മഹത്വമായി തീരുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ ജീവിതം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമി, പത്രോസ് പറയുകയാണ്, ഈ ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയും, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. ഈ ഭൂമി അത് വെന്തെരിയാനുള്ളതാ. അതുകൊണ്ട് പത്രോസ് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നമുക്ക് തിരിച്ചറിയണം, അവൻ നമ്മളെ സ്നേഹിച്ചു, പ്രാണനെ തന്ന് സ്നേഹിച്ചു, ജീവനെ തന്ന് സ്നേഹിച്ചു, രക്തം നൽകി നമ്മളെ സ്നേഹിച്ചു. അവൻ ഹല്ലേലൂയ നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല, അവനെ വഹിപ്പാൻ, അവൻ നമ്മുടെ ഹൃദയത്തെ നമ്മെ നിയന്ത്രിപ്പാൻ ഒരു നാഥനായി നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവം അയച്ചിരിക്കുക. കാര്യം നടത്തി തരുന്നവനെ, കാര്യസ്ഥനായി നടക്കാത്ത വിഷയങ്ങളെ നടത്തിത്തരാൻ
ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥനെ ദൈവം നമുക്ക് വേണ്ടി അയച്ചെങ്കിൽ ഇന്ന് നാം പ്രാപിക്കപ്പെടേണ്ടത് എന്തിനാണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. രോഗമാകാം, പ്രയാസമാകാം, ജീവിതത്തിൽ നീറുന്ന അനേക വിഷയങ്ങളാകാം, ആരോടും തുറന്നു പറയാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർത്തോണം, പ്രാണനെ തന്ന് സ്നേഹിച്ച കർത്താവിന്, അവൻ നമ്മളെ സ്നേഹിച്ചെങ്കിൽ, അവൻ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ ആ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും അത് ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അവൻ നമ്മളെ സ്നേഹിക്കുമ്പോൾ നാം പകരം അവനെ സ്നേഹിക്കുന്നുണ്ടോ? നാം അവന് വേണ്ടി പകരം എന്തു ചെയ്യുന്നു? സ്തോത്രം. അവന്റെ സ്നേഹത്തെ രുചിച്ചറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭയെ കുറിച്ച് പൗലോസ് വളരെ ശക്തമായ നിലയിൽ ലേഖനം എഴുതുമ്പോഴും പൗലോസിന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രസക്തമായ ഭാവം എഫെസ്യ ലേഖനത്തിലുണ്ട്. അതെന്താണെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് എന്താ? ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എന്റെ മാന്യ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, അവന്റെ സ്നേഹത്തെ നീ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും അവനെ വിട്ടു പോകത്തില്ല. നീ അവന്റെ വചനം അനുസരിക്കാൻ മടി കാണിക്കത്തില്ല. അവന്റെ സ്നേഹം നീ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനുമായുള്ള കൂട്ടായ്മ ബന്ധം എപ്പോഴും പുതുക്കും. അവന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എന്തിനെക്കാട്ടിലും, ലോകത്തുള്ള സകലതിനെക്കാട്ടിലും അവനെ സ്നേഹിക്കുവാനിടയായിത്തീരും. അവന്റെ സ്നേഹം ജീവിതത്തിൽ തിരിച്ചറിയുവാനിടയായി തീർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സകലത്തിനെക്കാട്ടിലും ഉപരി യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവസഭയെ ഉപദ്രവിക്കുകയും ദൈവസഭയുള്ള വിശുദ്ധന്മാരെ പിടിച്ചു കെട്ടി തടവിലാക്കുകയും ഇല്ലായ്മ ചെയ്യുകയും കൊന്നുപിടിക്കുകയും ചെയ്ത ശൗലിനെ ദൈവം രൂപാന്തരപ്പെടുത്തി ശക്തനായ ഒരു പൗലോസായ ഒരു യോദ്ധാവാക്കി ദൈവനെ തീർത്തു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുന്ന ഒരു ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്താണെന്നറിയാമോ? എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറെ എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവം നമുക്ക് വേണ്ടി അയച്ചെങ്കിൽ പ്രതിസന്ധിയുടെ മുമ്പിലും പുറകോട്ട് പോകാതെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ദൈവശക്തി നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. പ്രതിബന്ധങ്ങൾ മുമ്പിൽ വരാം, പ്രതികൂലങ്ങൾ മുമ്പിൽ വരാം, വെല്ലുവിളികൾ മുമ്പിൽ വരാം. പക്ഷേ നമ്മളെ സ്നേഹിച്ച സ്നേഹം എങ്ങനെ തിരിച്ചറിഞ്ഞു? യോഹന്നാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ സ്നേഹമെന്തെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഒരു മാതാവിന്റെ സ്നേഹം ഒരു കുഞ്ഞറിയാറുണ്ട്. ഹല്ലേലൂയ. ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ സ്നേഹം പരസ്പരം അറിയാറുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം നമ്മൾ അറിയാറുണ്ട്. പക്ഷേ അതിലും വ്യത്യസ്തമായി സ്നേഹിച്ച ഒരു ദൈവ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞിട്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർക്കണം, അവന്റെ സന്നിധിയിൽ ഒരു പുതിയ അനുഭവത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ആരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്? തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. പ്രാണനെ തന്ന് രക്ഷിച്ച് അവൻ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന് നമ്മളെ രക്ഷിച്ച തന്റെ ജനത്തെ, തന്റെ കാന്തയെ ചേർക്കാനാണ് അവൻ എത്രയും വരുന്നത്. ഊനമുള്ളതിനെയല്ല, അംഗവൈകല്യമുള്ളതിനെയല്ല, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്ത ഒരു കാന്തയെ ചേർക്കുവാൻ അവൻ എത്രയും വേഗം വരുമ്പോൾ അവന്റെ വരവെങ്കിൽ ഒരുക്കപ്പെടാൻ വിളക്കിൽ എണ്ണ കരുതിക്കൊണ്ട് ഹല്ലേലൂയ ഏതു സമയം ഒരു മണവാട്ടി മണവാളനെ കാത്തിരിക്കുന്നത് പോലെ കാന്തനായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് മരണത്തെ ഭയമില്ലാത്തത്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു ഭാഗം, മരണമേ ഇതിന്റെ ജയം എവിടെ? കാരണം എന്താണെന്നറിയാമോ? മരണത്തെ ജയിച്ചവനാണ് കർത്താവ്. അവൻ ഈ ഭൂമിയിൽ അടിമത്തിക്കാണ് യോസഫിന്റെ കല്ലറയിൽ ചില ദിവസം ആ കല്ലറയ്ക്കകത്തിരുന്നെങ്കിൽ ആ കല്ലറ അവൻ ഏറ്റവും ശ്രേഷ്ഠമായ കല്ലറ തന്നെയാണ്, പാറയിൽ വെട്ടിയ കല്ലറ തന്നെയാണ് യേശുവിന് വേണ്ടി കൊടുത്തത്. കാരണം
അരുമത്തേക്കാണ് യോസഫൻ അറിയാം, ഈ എന്റെ കർത്താവ് ഒരിക്കലും എന്നും ഈ കല്ലറ ഇരിക്കാനുള്ളവനല്ല, എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കല്ലറ തന്നെ യേശുവിന് കൊടുത്തു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ മരണത്തെ ജയിച്ചു, 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഈ ദൈവം അവൻ മരണത്തെ ജയിച്ചവനാണ്, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ രാജാതി രാജാവാണ്, അവൻ ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവനെ ആഴത്തിൽ സ്നേഹിപ്പാനിടയായി തീരണം. ഇനി സന്ദേശം കേൾക്കുമ്പോൾ യാക്കോബ് പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവത്തോട് ശത്രുത്വമാണ്. ഇനി സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അതിൽ നിന്ന് ഒരുക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒരുക്കപ്പെടുവാൻ, എനിക്ക് വേണ്ടി പ്രാണനെ തന്ന് എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു, എന്റെ ആയുസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു, എന്റെ ആരോഗ്യത്തെ ഞാൻ സമർപ്പിക്കുന്നു, എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, നിനക്ക് വേണ്ടി നല്ല ഒരു അന്ത്യം പ്രാപിക്കുവാൻ എന്നെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവമേ നീ എനിക്ക് വേണ്ടി തന്നെങ്കിൽ ദൈവ സ്നേഹിയായി തീരാൻ, ദൈവത്താൽ സ്നേഹിക്കപ്പെടാൻ ഇന്ന് ഞാൻ എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഓർപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി രാജ്യ പുരോഹിത വർഗവുമാണ്. അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാ വിളിച്ചെന്നറിയാമോ? അവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ, അവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ, അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ. വിളിച്ച വിളിയുടെ ആഴം നഷ്ടമാക്കി കളയാതെ, വിളിച്ച വിളി ഇന്നും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിളിയുടെ ശ്രേഷ്ഠത തള്ളിക്കളയാതെ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്ക്. നീ വിശ്വാസത്തിൽ പതറരുത്, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ക്ഷീണം വരുമ്പോൾ അതേ പാപികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ട് ക്രൂശിലേക്ക് നോക്ക്. അവനും ഇത് ജയിച്ചവനാണ്, അവൻ ജയവീരനാണ്, അവൻ രാജാതി രാജാവാണ്, അവൻ സർവശക്തനാണ്, അവൻ മഹത്വമായവനാണ്, അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവം പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ, ആ കിരീടം പ്രാപിപ്പാൻ, ആ ശ്രേഷ്ഠമായ അനുഭവം പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. പരീക്ഷ മുമ്പിൽ വരാം, പക്ഷെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട് നല്ലൊരു ആത്മീയ ജീവിതം നയിക്കപ്പെടുവാൻ എന്റെ പ്രിയ മാന്യ സ്നേഹിതരെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് വിരാമം വിടുന്ന ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ, എന്നെ ഞാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു എന്നുള്ള സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വചനം കേട്ട ദൈവജനത്തെ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഹൃദയത്തോട് ദൈവം അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് പ്രാണനെ തന്ന്, അങ്ങ് ഞങ്ങൾക്ക് ജീവനെ തന്ന് രക്ഷിച്ച കർത്താവെ, ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവെ, ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്കൊരു ഭവനം ഒരുക്കിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് പരിശുദ്ധമാകുന്ന കാര്യസ്ഥനെ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ദൈവശക്തിക്കായി ഞങ്ങൾ വീണ്ടും കർത്താവെ പ്രാപിച്ചെടുക്കുവാൻ ഒരുക്കപ്പെടുന്നു. കർത്താവെ, ഇന്ന് കർത്താവ് ഈ സന്ദേശം കേൾക്കുമ്പോൾ രോഗികളെ ദൈവം സൗഖ്യമാക്കണം, ബലഹീനതയും ബലപ്പെടുത്തണം. കർത്താവെ, ഞങ്ങൾ പലതിനെയും സ്നേഹിക്കാതെ അങ്ങേ ആഴത്തെ സ്നേഹിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവസ്നേഹത്തിൽ നീളവും വീതിയും ആഴവും ഗ്രഹിച്ച് ഞങ്ങളുടെ ആത്മീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.